ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന പുതിയ ക്രിപ്റ്റോ പ്രോജക്റ്റ് അവരുടെ സ്വന്തം ക്രിപ്റ്റോ കറൻസിയായ ഹാംസ്റ്റർ കോയിനെ ടെലഗ്രാമിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ചെയ്തിട്ട് മൈൻ ചെയ്ത് ഫ്രീ ആയി ഏൺ ചെയ്യാവുന്ന ഒരു സർവീസ് ഈ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൂടുതൽ വരുമാനം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരത്തിൽ ട്രെൻഡിങ് ആണ്, വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ മാത്രം വെറും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് 2.5 കോടിയിലധികം സബ്സ്ക്രൈബേഴ്സാണ് നേടിയിരിക്കുന്നത്. അതോടൊപ്പം അവരുടെ മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ട്വിറ്റർ, എക്സ്, ടെലഗ്രാം ചാനൽ തുടങ്ങിയവയിലൊക്കെ 40 മില്യണിലേറെ ഫോളോവേഴ്സും അവരിപ്പോൾ നേടിക്കഴിഞ്ഞു. ഇപ്പോഴും ഒരുപാട് കമ്മ്യൂണിറ്റി ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ജോയിനായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമല്ല ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ കറൻസി ടെലഗ്രാമിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ചെയ്തിട്ട് മൈൻ ചെയ്ത് ഫ്രീ ആയി എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാം, അതിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇവിടെ ഈ ഹാംസ്റ്റർ എന്ന ക്രിപ്റ്റോ കറൻസി ടെലഗ്രാമിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ചെയ്തിട്ട് മൈൻ ചെയ്ത് ഫ്രീ ആയി ഏൺ ചെയ്യുമ്പോൾ അത് പ്രോഫിറ്റ് പെർ ഹവറിൽ നമ്മൾ കൂടുതലായിട്ട് ഹാംസ്റ്റർ കോയിന് മൈൻ ചെയ്ത് ഏൺ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് കൂടുതൽ ആൾക്കാർക്ക് അറിയാമായിരിക്കും, എങ്കിലും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹാംസ്റ്റർ എന്ന ക്രിപ്റ്റോ കറൻസി ടെലഗ്രാമിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ചെയ്തിട്ട് മൈൻ ചെയ്ത് ഫ്രീ ആയി ഏൺ ചെയ്യുമ്പോൾ നമുക്കത് പ്രോഫിറ്റ് പെർ ഹവറിൽ വളരെ പെട്ടെന്ന് നമുക്ക് കൂടുതൽ ഹാംസ്റ്റർ കോയിന് ഫ്രീ ആയി എങ്ങനെ ഏൺ ചെയ്യാം, അതിലൂടെ എങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിനുള്ള അതിൻ്റെ ഒരു ട്രിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ടെലഗ്രാമിൽ നമ്മൾ ഡെയിലി ടാപ്പ് ചെയ്തിട്ട് മൈൻ ചെയ്ത് ഫ്രീ ആയി ഏൺ ചെയ്യുന്ന ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ മൈനിങ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ താഴെ പ്ലേ എന്നൊരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇതേപോലെ ഒരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ ജസ്റ്റ് അല്പം ലോഡിംഗ് ആയിട്ട് ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ക്രിപ്റ്റോ പ്രോജക്റ്റിന് സ്വന്തം ക്രിപ്റ്റോ കറൻസിയായ ഹാംസ്റ്റർ കോയിന് മൈൻ ചെയ്യുന്ന സർവീസ് പേജ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. അന്നേരം പോപ്പായിട്ട് താഴെ താങ്ക് യു എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഡെയിലി ഓട്ടോമാറ്റിക്കായിട്ട് മൈനിങ് ആകുന്ന കോയിൻസ് ഇവിടെ ക്ലെയിം ആയിട്ട് കിട്ടും. ഇനി ഇവിടെ താഴെ മൈൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിലിവിടെ ഹാംസ്റ്റർ കോയിന് ടെലഗ്രാമിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ചെയ്തിട്ട് മൈൻ ചെയ്ത് ഫ്രീ ആയി ഈ ഹാംസ്റ്റർ കോയിൻ വളരെ പെട്ടെന്ന് കൂടുതൽ ഏൺ ചെയ്യാൻ സാധിക്കും. അതിനൊരു ട്രിക്ക് ഉണ്ട്. അതായത് ഇവിടെ മൈൻ എന്ന പേജിൽ ഒരുപാട് കാർഡ്സുകൾ കാണാം. അതിൽ നമ്മൾ ഡെയിലി കളക്ട് ചെയ്യുന്ന കാർഡ്സിൽ കൂടുതൽ ഹാംസ്റ്റർ കോയിന് പ്രോഫിറ്റ് പെർ ഹവറിൽ പെട്ടെന്ന് കൂടുതൽ ഏൺ ചെയ്ത് കൂടി കിട്ടുന്ന ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ ബെസ്റ്റ് കാർഡ്സ് ഓരോ സെക്ഷനിലായിട്ട് ഇവിടെ ഹാംസ്റ്റർ അപ്ഡേറ്റ് എന്ന ടെലഗ്രാം ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ടെലഗ്രാം ചാനലിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ എല്ലാ അപ്ഡേറ്റും പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ ഈ ടെലഗ്രാം ചാനലിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഹാംസ്റ്റർ ബെസ്റ്റ് കാർഡ്സ് നോക്കുക. എന്നിട്ട് ഇവിടെ മൈനിങ് പേജിൽ വന്നിട്ട് ഇതിൽ ഏത് സെക്ഷനാണ് അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഞാൻ ഇവിടെ ലീഗൽ എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അന്നേരം വരുന്ന പേജിൽ ഇതിലിവിടെയുള്ള ഒരുപാട് കാർഡ്സിൽ ഇതിൽ ഏതെല്ലാം കാർഡ്സ് സെലക്ട് ചെയ്ത് ക്ലെയിം ചെയ്യുമ്പോഴാണ് ഹാംസ്റ്റർ കോയിൻ പ്രോഫിറ്റ് പെർ ഹവറിൽ വളരെ പെട്ടെന്ന് കൂടുതൽ ഏൺ ചെയ്ത് കൂടി കിട്ടുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ കാണാം. അതിൽ ലീഗൽ എന്ന സെക്ഷനിൽ ലൈസൻസ് ഇന്തോനേഷ്യ, ലൈസൻസ് ഇന്ത്യ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ കാർഡ്സും ഞാനിവിടെ കളക്ട് ചെയ്യുകയാണ്. അതിനായിട്ട് താഴെ കാണുന്ന ലൈസൻസ് ഇന്തോനേഷ്യ എന്ന് പറയുന്ന കാർഡ് സെലക്ട് ചെയ്യും. അതിൽ ഗോ അഹെഡ് എന്ന് പറയുന്നൊരു ബട്ടൺ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലെയിം ആയി വരും. അതോടൊപ്പം അടുത്തത് ലൈസൻസ് ഇന്ത്യ, അതും സെലക്ട് ചെയ്തിട്ട് അതിൽ ഗോ അഹെഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. അന്നേരം അതും ക്ലെയിം ആയി. ഇങ്ങനെ ഇവിടെ ഈ ഒരു ലീഗൽ എന്ന സെക്ഷനിൽ പറയുന്ന ഏതൊക്കെ കാർഡ്സാണ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്തിട്ട് ക്ലെയിം ചെയ്യുക. അങ്ങനെ എല്ലാ കാർഡ്സും നമ്മൾ ക്ലെയിം ചെയ്യുക. ഇവിടെ പറഞ്ഞിട്ടുള്ള ലിസ്റ്റിലെ കാർഡ്സ് മാത്രം സെലക്ട് ചെയ്ത് കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാംസ്റ്റർ കോയിന് പ്രോഫിറ്റ് പെർ ഹവറിൽ വളരെ പെട്ടെന്ന് കൂടുതൽ ഫ്രീ ആയി ഓട്ടോമാറ്റിക് ഏൺ ചെയ്ത് കൂടി കിട്ടുന്നതാണ്. ഇവിടെ ഈ ലീഗൽ സെക്ഷനിൽ വേറെയും ഒരുപാട് കാർഡ്സ് ഉണ്ട്.
പക്ഷെങ്കിലും അതിനേക്കാളും ഹാംസ്റ്റർ കോയിന് പെട്ടെന്ന് കൂടുതൽ ഫ്രീ ആയി ഏൺ ചെയ്യാൻ പറ്റിയ കാർഡ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മാത്രം കൂടുതലായിട്ട് നമ്മളിവിടെ ഇതുപോലെ സെലക്ട് ചെയ്ത് കളക്ട് ചെയ്തിട്ട് അത് ക്ലൈം ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഈ ഒരു സെക്ഷൻ ഫുള്ളായി കഴിഞ്ഞാൽ അടുത്തത് ഇവിടെ മുകളിൽ സ്പെഷ്യൽസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്യുക. അന്നേരം വരുന്ന പേജിൽ ഇതിൻ്റെ അടിയിൽ ന്യൂ കാർഡ്സ്, അതുപോലെ തന്നെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 സെക്ഷൻ കാണും. അപ്പോൾ അവിടെയുള്ള കാർഡ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്തിട്ട് മൈ കാർഡ്സ് എന്ന സെക്ഷനിൽ കൊണ്ടുവരണം. അങ്ങനെ ഞാനിവിടെ മൈ കാർഡ്സ് എന്ന സെക്ഷനിൽ കുറച്ച് കാർഡ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രീ മാർക്കറ്റ് ലോഞ്ച് എന്ന കാർഡ്സ് സെലക്ട് ചെയ്തിട്ട് അതിൽ വരുന്ന പോപ്പിൽ താഴെ ഗോ അഹെഡ് എന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലെയിം ചെയ്ത് കളക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു സെക്ഷനിൽ വരുന്ന ഹാംസ്റ്റർ കാർഡ്സ് ഏതൊക്കെയാണ് അതൊക്കെ നമ്മളത് നോക്കിയിട്ട് ഇവിടെ ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് അത് ക്ലെയിം ചെയ്യുക. ഇങ്ങനെ എല്ലാ കാർഡ്സും നമ്മൾ ക്ലെയിം ചെയ്യണം. അതിൻ്റെ അടുത്തത് ഇവിടെ മുകളിൽ PR ആൻഡ് ടീം എന്ന സെക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക. അന്നേരം വരുന്ന പേജിൽ ഈ സെക്ഷനിൽ ഏതൊക്കെ കാർഡ്സ് ഇവിടെ സെലക്ട് ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ VC ലാബ്സ് എന്ന കാർഡ്സ് ഉണ്ട്. അത് തിരയുക. എന്നിട്ട് ആ കാർഡ് സെലക്ട് ചെയ്തിട്ട് അതിൽ വരുന്ന പോപ്പിൽ താഴെ കാണുന്ന ഗോ അഹെഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലെയിം ചെയ്യുക. അതുപോലെ കൺസെൻസസ് എന്ന് പറയുന്നൊരു കാർഡ് ഉണ്ട്. അത് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ക്ലെയിം ചെയ്യുക. അതോടൊപ്പം വെൽക്കം ടു ആംസ്റ്റർഡാം എന്ന കാർഡ്സും ഉണ്ട്. അത് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇവിടെ PR ആൻഡ് ടീമിൽ ഈ 3 കാർഡ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലെ ഹോം പേജിൽ ഒരുപാട് ഹാംസ്റ്റർ കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ മറ്റുള്ള കാർഡ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ക്ലെയിം ചെയ്ത് കളക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള പേരുള്ള കാർഡ്സ് മാത്രം കളക്ട് ചെയ്യുക. അടുത്തത് ഇവിടെ മുകളിൽ മാർക്കറ്റ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് വരുന്ന പേജിൽ താഴെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള കാർഡ്സ് സെലക്ട് ചെയ്യുക. ഫാൻ ടോക്കൺസ്, സ്റ്റേക്കിങ്, ഷിറ്റ് കോയിന്, അതൊക്കെ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് അതിൽ വരുന്ന പോപ്പിൽ താഴെ കാണുന്ന ഗോ അഹെഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ കാർഡ്സൊക്കെ ക്ലെയിം ചെയ്തിട്ട് കളക്ട് ചെയ്യുക. അതുപോലെ ഇവിടെ കാണുന്ന മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്ന എല്ലാ കാർഡ്സും നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് ക്ലെയിം ചെയ്ത് കളക്ട് ചെയ്യുക. അങ്ങനെ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഓരോ സെക്ഷനിലുള്ള കാർഡ്സ് മാത്രം സെലക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാംസ്റ്റർ കോയിന് പ്രോഫിറ്റ് പെർ ഹവറിൽ ഓട്ടോമാറ്റിക്കായിട്ട് മൈനിങ് ആയിട്ട് വരികയും അതും നല്ല ഫാസ്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഹാംസ്റ്റർ കോയിന് കൂടുതൽ ഏൺ ചെയ്ത് ഫ്രീ ആയി മൈനിങ്ങിൽ ഓട്ടോമാറ്റിക് കൂടി കിട്ടുന്നതാണ്. മാത്രമല്ല ഹാംസ്റ്റർ കോയിന് ഡെയിലി മൈനിങ് ആയിട്ട് ഓട്ടോമാറ്റിക്കായി കിട്ടുന്ന ഹാംസ്റ്റർ കോയിന്റെ മൈനിങ് സ്പീഡ് കൂടി കിട്ടും. അതുപോലെ ഹാംസ്റ്റർ മൈനിങ്ങിലെ ലെവൽ കൂടുകയും ഫ്രീ ആയി മൈനിങ്ങിൽ ഹാംസ്റ്റർ കോയിന് കൂടി കിട്ടുകയും ചെയ്യും. കൂടാതെ പുതുതായിട്ട് ഈ ഹാംസ്റ്റർ കോയിൻ മൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൽ മൈനിങ് എന്ന പേജിൽ ചില കാർഡ്സൊക്കെ ഇതേപോലെ ലോക്കഡ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് അൺലോക്ക് ചെയ്തിട്ട് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറൊരു കാർഡിൻ്റെ പേര് കാണാം. ഇപ്പോൾ ഇവിടെ സ്റ്റേക്കിംഗ് എന്ന കാർഡ് ലോക്കഡ് ആണ്. അതിൻ്റെ ഇടയിൽ KYC എന്ന് എഴുതിയിട്ട് കാണാം. അതോടൊപ്പം അതിൻ്റെ ക്ലെയിമിംഗ് ലെവലും അവിടെ കാണാം. അന്നേരം ആ KYC എന്ന കാർഡ് ഏത് സെക്ഷനിൽ എവിടെയാണുള്ളത് എന്ന് നമ്മൾ ഇതേപോലെ തിരഞ്ഞു നോക്കുക. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ നമുക്ക് ആ ഒരു കാർഡ് കിട്ടും. ഇവിടെ നോക്കുക, ആ ഒരു KYC എന്ന ടാബ് ലീഗൽ എന്ന സെക്ഷനിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് അതിൽ വരുന്ന പോപ്പിൽ താഴെ ഗോ അഹെഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലെയിം ചെയ്ത് കളക്ട് ചെയ്യുക. അങ്ങനെ എത്ര ലെവലാണ്, ഇപ്പോൾ 7 ലെവലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 7 തവണ ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലെയിം ചെയ്ത് കളക്ട് ചെയ്യണം. അങ്ങനെ ഞാനിതിവിടെ 7 തവണ സെലക്ട് ചെയ്ത് കളക്ട് ചെയ്തു. അതിനുശേഷം തിരിച്ച് നേരത്തെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു സ്റ്റേക്കിംഗ് എന്ന പേരിലുള്ള കാർഡ് ഇവിടെ അൺലോക്ക് ആയിട്ട് വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇനി ആ ഒരു കാർഡ് സെലക്ട് ചെയ്തിട്ട് വരുന്ന പോപ്പിൽ താഴെ ഗോ അഹെഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്ലെയിം ചെയ്ത് ആ ഒരു കാർഡ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതുതായിട്ട് ഇതിലേക്ക് ജോയിൻ ആയി വന്ന ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ മൈനിങ് എന്ന പേജിൽ ഇതേപോലെ ലോക്കഡ് ആയിട്ടുള്ള കാർഡ്സ് നമ്മൾ ആദ്യം അൺലോക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, മാക്സിമം ഇതിലെ എല്ലാ കാർഡ്സും കളക്ട് ചെയ്ത് ഏൺ ചെയ്യുക. നമ്മളിവിടെ കാർഡ് കളക്ട് ചെയ്യുമ്പോൾ ഹോം പേജിലുള്ള ഹാംസ്റ്റർ കോയിന് കുറഞ്ഞു പോകും. പക്ഷെങ്കിൽ ആ കുറഞ്ഞ ഹാംസ്റ്റർ കോയിന് പ്രോഫിറ്റ് പെർ ഹവർ എന്ന ഭാഗത്ത് ഓട്ടോമാറ്റിക് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പ്രോഫിറ്റ് പെർ ഹവറിലുള്ള ഹാംസ്റ്റർ കോയിനാണ് നമുക്ക് പിന്നീട് വിഡ്രോ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഡെയിലി 2-3 ടാസ്ക് ഉണ്ട്. ഒന്ന് മൈനിങ് പേജിൽ മുകളിൽ ഡെയിലി കോംബോ എന്ന് പറയുന്ന ടാസ്ക് ഉണ്ട്. അത് ഡെയിലി നമ്മുടെ ടെലഗ്രാം ചാനലിൽ വരുന്നുണ്ട്. അത് നോക്കിയിട്ട് ചെയ്യുക. അതോടൊപ്പം ഹോം പേജിൽ മുകളിൽ ഏൺ പെർ ടാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഭാഗത്ത് ഡെയിലി സിപ്പർ ടാസ്ക് ചെയ്യാം. ഇതിന്റെ ഡെയിലി സിപ്പർ ടാസ്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് നോക്കിയിട്ട് ചെയ്യുക. ഈ ടാസ്ക് ഒക്കെ എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ആ ഒരു വീഡിയോയുടെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും കാണുക. പിന്നെ ഇതിൽ താഴെ ഏൺ എന്ന് പറയുന്ന ടാബ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന പേജിൽ ഇവിടെ മുകളിൽ പുതിയ യൂട്യൂബ് വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളത് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് വന്നിട്ട് ചെക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓരോ വീഡിയോ വാച്ച് ചെയ്തിട്ട് 1,00,000 ഹാംസ്റ്റർ കോയിൻ വെച്ച് നമുക്ക് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഡെയിലി ടാസ്കിൽ ഡെയിലി റിവാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെയിലി ചെക്കിംഗ് പോലെ നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്തിട്ട് ഏൺ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ കാണിക്കാത്തതാണ്. പക്ഷേ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. അതുപോലെ ഇപ്പം താഴെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് കഴിഞ്ഞാൽ വരുന്ന പേജിൽ ഇവിടെ ഇതിൻ്റെ റഫറൽ ലിങ്ക് കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റഫറൽ ചെയ്തുകൊണ്ടും കൂടുതലായിട്ട് ഹാംസ്റ്റർ കോയിൻ ഏൺ ചെയ്യാം. എന്നാൽ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ ട്രിക്ക് ഉണ്ടല്ലോ, അതായത് മൈനിങ് എന്ന പേജിൽ ഓരോ സെക്ഷനിൽ ഏതൊക്കെ
കാർഡ്സുകൾ മാത്രം സെലക്ട് ചെയ്ത് ക്ലെയിം ചെയ്തിട്ട് കളക്ട് ചെയ്യണം. അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതേപോലെ ആ കാർഡ്സൊക്കെ ഒരുപാട് തവണ നമ്മൾ സെലക്ട് ചെയ്ത് ക്ലെയിം ചെയ്തിട്ട് കളക്ട് ചെയ്യുക. എങ്കിൽ ഇതിലെ പ്രോഫിറ്റ് പെർ ഹവറിൽ ഹാംസ്റ്റർ കോയിന് വളരെ പെട്ടെന്ന് കൂടുതൽ മൈനിങ്ങിൽ ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിലൂടെ നമുക്ക് കൂടുതൽ വരുമാനം ഫ്രീ ആയിട്ട് ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. ഈ ഹാംസ്റ്റർ കോയിൻ്റെ പ്രൈസ് എത്രയാണ്, ഇതിൻ്റെ ലിസ്റ്റിംഗ് എപ്പോഴാണ്, ഇത് വിഡ്രോ ചെയ്യുന്നത് എപ്പോഴാണ്, അതിൻ്റെ അപ്ഡേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ വേറെ പുതിയ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.